അപ്പോൾ അവൾ തന്നെയേ ഉള്ളൂ, കൊച്ചു ബോഡിയില്ല. പാഞ്ചാലിമേട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റിസോർട്ടുണ്ട്. നല്ല രസമുള്ള റിസോർട്ടാണ്, ഭയങ്കര ഹെറിറ്റേജ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് നിങ്ങളെ കൂടി ഞാനതൊന്ന് കാണിക്കാം. നമ്മൾ പാഞ്ചാലിമേട്ട് റോട്ടിൽ കയറിയേ. ഇവിടുന്ന് 4.5 കിലോമീറ്ററാണ് പാഞ്ചാലിമേടിന്. അപ്പം നമുക്ക് പോകേണ്ടത് ഒരു 1 കിലോമീറ്റർ സംതിങ് ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യേസ് വില്ലയിലേക്കുള്ള റൈറ്റിലോട്ടുള്ള ഗേറ്റ് കാണാം. അവിടുന്നാണ് നമുക്ക് കയറി പോകേണ്ടത്. അവിടുന്ന് പിന്നെ നമുക്കൊരു 400 മീറ്റർ 500 മീറ്ററിനകത്തേ ഉള്ളൂ വില്ലയിലേക്ക്. എന്തോ ഒരു കോടയല്ലേ? നമ്മുടെ അതെ ഇത് ഉണ്ട്, നമ്മുടെ വില്ലയിലേക്കുള്ള വഴി എത്തി. നല്ല വൃത്തിയായിട്ട് നല്ല കരിങ്കല്ലൊക്കെ പാകിയ നല്ല വഴിയാണ്. അപ്പോൾ ഇങ്ങോട്ട് കോടമഞ്ഞ് ഭയങ്കരമായിരുന്നു, അതുകൊണ്ട് എല്ലാ വണ്ടിയും ലൈറ്റൊക്കെ ഇട്ടാണ് വന്നത്. ഇത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ടൈപ്പ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ റോഡ് കണ്ടെന്ന് വരത്തില്ല. ഇവിടെ നമുക്കൊരു 1/2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വില്ലയിലേക്ക്. അപ്പം ഈ ഓണക്കാലവും അത് കഴിഞ്ഞുള്ള അവധിക്കാലങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണിത്. ഒരു പഴയ വീട്, നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്ന പിന്നെ റേറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫുഡ് നമ്മൾ പറയുന്ന ഫുഡാണ് അവർ വെച്ച് തരുന്നത്. നിങ്ങൾക്ക് സദ്യ വേണമെങ്കിൽ സദ്യ, അതല്ല മറ്റ് നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ്, എന്ത് വേണമെന്ന് പറയുന്നോ ആ ഫുഡാണ് അവർ തരുന്നത്. പക്ഷേ ഫുഡിൻ്റെ ചാർജ് വേറെയാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡാണ് നമ്മുടെ ചാർജിൻ്റെ കൂടെ. നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റിസോർട്ടിലേക്കുള്ള വഴി നമുക്കപ്പോൾ റിസോർട്ടൊന്ന് കാണാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ റിസോർട്ട് നിൽക്കുന്നത് 10 ഏക്കറിനകത്ത് തോട്ടത്തിനുള്ളിലാണ്. അത് ഈ കാപ്പിയുണ്ട്, ഏലമുണ്ട്, ജാതിയുണ്ട്, എല്ലാ ഫ്രൂട്ട്സും, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. മാങ്ങയും ചക്കയും മാങ്ങയും മൽബറിയും സബർ ജെല്ലി എല്ലാ ഐറ്റവും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല നല്ല മനോഹരമായിട്ട് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് നല്ല കരിങ്കല്ലൊക്കെ പാകി 2 സൈഡും പുൽമേടുകളൊക്കെ ആക്കി. കുട കണ്ടില്ലേ? 10 ഏക്കറിനുള്ളിലാണ് നമ്മുടെ ഈ റിസോർട്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി, നടന്നു പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. ജീപ്പേ പോകാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. നടന്നു പോകാൻ വേണ്ടിയുള്ളവർക്ക് അവിടെ കമ്പ്യൂട്ടറുകൾ ഇരിപ്പുണ്ട്. ക്രിക്കറ്റ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. സൈക്കിളുണ്ട്, സൈക്കിൾ സവാരി ഉണ്ട്, സൈക്കിൾ സവാരി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ മൾബറി കണ്ടില്ലേ, കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. അതിൽ വേറെ ടൈപ്പ് അല്ലേ, അതിൽ പിന്നെ ഉണ്ടായിട്ടിരിക്കുന്നു, കൂട്ടം കൂട്ടമായിട്ട് ഇതേ കണ്ടില്ലേ. അതിന് തൊട്ടങ്ങേപ്പുറത്തിരിക്കുന്ന ചാമ്പയാണ് കേട്ടോ, നല്ല ചാമ്പയാണ്. അന്ന് വന്ന സമയത്ത് അതേ ചാമ്പയ്ക്ക് നിറച്ചുണ്ടായിരുന്നു. ഇരിക്കുന്ന പാത്രം കണ്ടോ, ഈ പാത്രം അദ്ദേഹം ഇത് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ എല്ലാ മൂലയിലും ഇതേ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കിളികൾക്ക് വന്ന് കുളിക്കാനും അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ ഉണ്ട് അതിലെ പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ മറ്റ് സൈഡുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു റിസോർട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടതിൽ. പക്ഷേ ഇതിനുള്ളിലോട്ട് കയറിയ നമ്മുടെ ഏതോ ഒരു കൊട്ടാരത്തിൽ കയറിയ പ്രതീതിയാണ് നമുക്കിതുണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഉൾവശം കാണുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ നമ്മൾ പിന്നിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ റിസോർട്ടുകളുടെയൊക്കെ ബാക്ക് സൈഡ് നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഫ്രണ്ടിനേക്കാട്ടിൽ കൂടുതൽ അദ്ദേഹം മനോഹരമാക്കിയിരിക്കുന്ന ബാക്ക് സൈഡാണ്. ആ ബാക്ക് സൈഡിലാണ് സ്വിമ്മിംഗ് പൂളും ക്രിക്കറ്റ് കളിക്കാനുള്ള സൗകര്യവും ബാഡ്മിൻ്റൺ കളിക്കാനും ഷട്ടിൽ കോക്ക് കളിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഊഞ്ഞാലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സൗകര്യം അവിടെ ഉള്ളത് നമുക്ക് ബാർബിക്യൂവിന്, ക്യാമ്പ് ഫയറിന് ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡ് ഫിഷിനെ കണ്ടോ? ഗോൾഡ് ഫിഷ് ഉണ്ട്, മറ്റേ ഗപ്പിയുണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ. താമരയുടെ ഒരു ഇതല്ലേ കിടക്കുന്നത്, ഒരു വിത്ത കിടക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ ആട്ടുകല്ലായിരുന്നു. അത് വലിയൊരു ആട്ടുകല്ല. ആ ആട്ടുകല്ല് എങ്ങനെ അവിടെ അദ്ദേഹം കൊണ്ടുവന്നെന്ന് എനിക്കറിയത്തില്ല. ഇതേ കണ്ടില്ലേ, നമ്മുടെ നല്ല ഒരു വരിക്കപ്പലാവ് നിൽപ്പുണ്ട്. അത് ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു, കാരണം ഒത്തിരി മുകളിലായിരുന്നു വിളഞ്ഞ ചക്ക കിടക്കുന്നത്. ഇപ്പം 4-5 കൊണ്ടേ കിടപ്പുള്ളൂ. മേളിൽ 2 ചക്ക കിടപ്പുണ്ട് വലുത്. പിന്നെ ഇത് ഗ്രിൽ ഹൗസാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഓരോ മുറിയുടെയും ഓരോ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെയും എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ബാൽക്കണി ഉണ്ട്. എല്ലാത്തിനും സിറ്റ് ഔട്ടും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താഴോട്ട് നോക്കിയാ കോടമഞ്ഞ ഭയങ്കര കോടയാണ്.
ഈ കുടയ്ക്കകത്തൂടെ അല്ല ഈ കാപ്പിത്തോട്ടത്തിനകത്തൂടെ ഒക്കെ നമുക്ക് നടന്നു പോയി അവിടെ വല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആസ്വദിക്കാം. ഗ്രിൽഡ് ചിക്കൻ ഗില്ല് ചെയ്യുന്ന അതിൻ്റെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാ സെറ്റപ്പും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാഫുകളുണ്ട്, വളരെ കോപ്പറേറ്റീവായിട്ടുള്ള നല്ല സ്റ്റാഫുകളാണ്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ചെയ്തു തരും. ചിക്കനോ ഫിഷോ എന്ത് വേണമെങ്കിലും ഗ്രില്ല് ചെയ്തോ കറി ചെയ്തോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ ഓണക്കാലമായാലും അത് കഴിഞ്ഞുള്ള അവധിക്കാലമായാലും ഒക്കെ നിങ്ങളിവിടെ വരിക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ വരാൻ ഇഷ്ടപ്പെടും. ഇവിടെ കോട കയറിക്കൊണ്ടിരിക്കുക കേട്ടോ, നന്നായിട്ട് കോട വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോടയെന്ന് പറഞ്ഞാൽ ഇതൊരു നൂൽ മഴയും കൂടിയാണ്. നമ്മൾ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ആ, ദേഹത്തൊരു ഒരു നൂൽമഴ പെയ്ത് ദേഹത്ത് വെള്ളം വീഴും. നല്ല രസമാണ് അത് ആസ്വദിക്കാൻ, നല്ല തണുപ്പാണ്. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിക്കടിയിൽ നിന്നുള്ള ഒരു ഉറവ് വരുന്നുണ്ട്. ആ ഉറവയെ തന്നെ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുണ്ട് നോക്കി. ഈ വരുന്ന ആ ഒരു കുഞ്ഞു കിണറാണ് ഭൂമിക്കടിയിൽ നിന്നുള്ള വെള്ളമാണ്. മണിക്കിണറോ എന്താ ഇതിന് പറയുന്നത്? അങ്ങനെ പറ അവര് പുള്ളി അങ്ങനെ പറഞ്ഞു. ആഴമൊന്നുമില്ല, കുറച്ച് ആഴമേ ഉള്ളൂ. കുറച്ച് അഴമേ ഉള്ളൂ, പക്ഷെ അതിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ ഇത് കണ്ടോ, ഭയങ്കര ആ സ്ഫടികം പോലല്ലേ കിടക്കുന്ന വെള്ളം കണ്ടോ. ഒരു എനിക്കൊന്നൊരു ഒരു മീറ്റർ കാണും എൻ്റെ ഹൈറ്റ് ആഴം. അപ്പോൾ ആ ഒരു ലെവല് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വെള്ളം പുറത്തേക്ക് പോവുക. ആ പുറത്തേക്ക് പോകുന്ന വെള്ളവും അവിടെ താഴെ ഒരു തിട്ടയെ വന്നിട്ട് അവിടുന്ന് ഒരു വെള്ളച്ചാട്ടം മാതിരിയാണ് താഴോട്ട് വീഴുന്നത്. അത് നല്ല രസമാണ് കാണാൻ. ഇത് മൊത്തം അദ്ദേഹത്തിൻ്റെ തോട്ടമാണ്, 10 ഏക്കറിനകത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇഷ്ടം പോലെ സൗകര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കണ്ടില്ലേ, നമുക്ക് ഇതുപോലുള്ള കോടയൊക്കെ അല്ലേ നമുക്ക് ആസ്വദിക്കേണ്ടത്. നമ്മൾ എന്തിനാണ് മൂന്നാറും വട്ടവടയും കാന്തല്ലൂരൊക്കെ പോകുന്നത്? നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും മനോഹരമായ ഒരു റിസോർട്ട് കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് റിസോർട്ടുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അനുഭവവും അത് മറ്റൊരു ലെവലാണ്. ഇത് കണ്ടില്ലേ, നാച്ചുറൽ ആയിട്ടുള്ളതാ ഇതെല്ലാം. മൊത്തം നാച്ചുറലായിട്ടുള്ള ഇത് സ്വിമ്മിംഗ് പൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള സ്വിമ്മിംഗ് പൂൾ പണിയാൻ പറ്റാഞ്ഞത് കൊണ്ട് അവിടെ പാറയുടെ ഭാഗം അദ്ദേഹം ഒരു സ്വിമ്മിംഗ് പൂളാക്കി എടുത്തു. ആ ചരിവിനെ ഭംഗിയായിട്ട് കെട്ടി ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്ത സ്വിമ്മിംഗ് പൂള്. ഇതെല്ലാം ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുക തണുപ്പായതുകൊണ്ട്. കോട വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ ഇരിക്കുന്നു, ക്രിക്കറ്റ് കളിക്കാനുള്ളവർക്കുണ്ട്. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. ഇനി നമുക്ക് അതിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് കാണാം. ഇതേ കണ്ടില്ലേ, ഷൂസ് ഇടാനുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ പൗരാണികമായ രീതിയിൽ ഇനിയിപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഉൾവശം എല്ലാം ഒന്ന് കാണാം. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഉടമയുടെ ഫോൺ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. രാത്രിയെന്നോ പാലെന്നോ ഇല്ല, അദ്ദേഹം ഫോൺ എടുക്കും. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം.
അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ എങ്കിലേ കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ റിസോർട്ടിൻ്റെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും മനോഹരമായ ഒരു റിസോർട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് നമ്മളിപ്പോൾ ഇതിട്ടത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ഒരു ദിവസം ആസ്വദിച്ച് പോകാം. അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ദേ മേളത്തെ നിലയിലേക്ക് കയറി. നല്ല പണ്ടത്തെ കരിവീട്ടിയിൽ തീർത്ത സ്റ്റെപ്പാണ്. നമ്മൾ മേളത്തെ സിറ്റൗട്ടിൽ വന്നു. സിറ്റൗട്ടിൽ വന്ന സമയത്ത് അവിടുത്തെ എല്ലാം പഴമയോടുകൂടി തന്നെ പുരാതനമായ രീതിയിൽ തന്നെ എല്ലാം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവിടെ കറണ്ട് പോയി. പെട്ടെന്ന് അതാ നമുക്കവിടെ ഒരു ഇരുട്ട് തോന്നിയത്. ഒരുപാട് ലൈബ്രറി ഉണ്ട്. ലോകത്തിലെ എല്ലാ ഭാഷകളിലും, ഒട്ടുമിക്ക ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നമുക്കവിടെ വായിക്കാനുണ്ട്. കണ്ടില്ലേ, നമ്മളൊരു കൊട്ടാരത്തിൻ്റെ ഒരു ഹാളിലെത്തിയ ഒരു പ്രതീതിയാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. കാരണം മൊത്തം അവിടെ തടി കൊണ്ടുള്ള ഫർണിച്ചറുകളും പുരാതനമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട മറ്റു വസ്തുക്കളെ അവിടെ ഉള്ളൂ. മറ്റിപ്പോഴത്തെ നമ്മുടെ ആധുനിക രീതിയിലുള്ളതായ ഒന്നും തന്നെ അവിടെ ഇല്ല. ഇത് ഈ കസേര കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കസേര. നമ്മൾ വീഡിയോയിൽ കണ്ടത് അത് വലിപ്പം തോന്നിക്കുന്നത് കുഞ്ഞു ചെയറാണത്, കുട്ടികളെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. തൊട്ടിലും ഉണ്ട് അതേപോലെ തന്നെ. കുഞ്ഞുങ്ങളുടെ ആട്ടുതൊട്ടിലുണ്ട്, പഴയ പെട്ടി, പിന്നെ പാമ്പ് മേണി കളിക്കാനുള്ളത്, ചെസ് ബോർഡ്, എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. തന്നെയുമല്ല, നമുക്ക് എവിടെ നിന്നും എല്ലായിടത്തും കാണാൻ പോകേണ്ട സൗകര്യങ്ങളും ഉണ്ട്. ഈ ഭാഗത്തും നമുക്ക് പാഞ്ചാലിമേട്ടിൽ പോകാം, വാഗമണ്ണ് പോകാം, ഏലപ്പാറയ്ക്ക് പോകാം, കുമിളിക്ക് പോകാം, വണ്ടിപ്പെരിയാറിന് പോകാം. എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റുന്ന ഒരു സെൻട്രൽ പോയിൻ്റാണ് നമ്മുടെ ഈ സ്ഥലം. അവിടുന്ന് നമുക്ക് പാഞ്ചാലിമേട്ടിൽ എത്തിയിട്ട് അവിടുന്ന് മണിമലയ്ക്ക് ഇറങ്ങാം, കോട്ടയത്തിന് ഇറങ്ങാം, മുണ്ടക്കയത്തിന് പോകാം. അതിൻ്റെയൊക്കെ സെൻറ്ററായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വൈകുന്നേരത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ചിട്ട് വൈകുന്നേരം നമുക്ക് പാഞ്ചാലിമേട്ടിൽ പോയി ഒരു 7 മണി 7 8 മണി വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിവിടെ എത്തി കുളിച്ച് ഫ്രഷായി വൈകിട്ടത്തെ ഡിന്നറും ബാർബിക്യുവോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആസ്വദിച്ച് ഒരു നൈറ്റ് കഴിഞ്ഞ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അതും കഴിച്ച് സന്തോഷമായിട്ട് മടങ്ങാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു റിസോർട്ടാണിത്. കണ്ടില്ലേ, ഈ ബാൽക്കണി തന്നെ കണ്ടില്ലേ, ഭയങ്കര രസമല്ലേ. നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റിസോർട്ടിലേക്ക് നിങ്ങളെല്ലാവരും വരണം. അത്ര മനോഹരമായിട്ട്, അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയുള്ള വഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും ഈ റിസോർട്ടിൽ വരിക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.